നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ആഴ്ച ഫലമാണ്. ഈ ആഴ്ചയിലെ ഫലം, അതായത് 16/8/2026 മുതൽ 22/8/2026 വരെയുള്ള ആഴ്ച വാരഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ മേടക്കൂറിന്റെ ഫലം ആദ്യം പറയാം. അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി മികച്ച ഒരു ആഴ്ച തന്നെയായിരിക്കും. പുതിയ കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയുന്ന ഒരു ആഴ്ച, അതിനെല്ലാം അനുകൂലമായ ഒരു ആഴ്ചയാണ്. കുടുംബത്തിലെ സന്തോഷവും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് സഹകരിച്ചു പോകാനും പറ്റിയ ഒരു ആഴ്ച തന്നെയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വേണം. എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, മര. ഇത് എടവക്കൂറിലെ നക്ഷത്രമാണ്. ഇവർക്ക് ജോലി ഭാരങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ ഉത്തരവാദിത്വം കൂടും, ചെലവുകൾ വർദ്ധിക്കും, സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ ആവശ്യമായ സമയം, യാത്രകൾ എന്നാൽ അനുകൂലമാവുകയും ചെയ്യും. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രം മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ആഗ്രഹങ്ങൾ പലതും നടക്കാവുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ സംബന്ധമായി പുരോഗതി ഉണ്ടാകും. മാനസികമായി സന്തോഷം കിട്ടുന്ന ആഴ്ചയാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവർക്ക്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഇവർക്ക് ഈ കാര്യതടസ്സങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയാണ്. അനാവശ്യമായ ചെലവുകൾ കൂടുതൽ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകൾ അതുവഴി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതായത് അനാവശ്യമായ ചെലവുകളുള്ളതിന്റെ പേരിൽ സാമ്പത്തികമായ ഇടപാടുകൾ ശ്രദ്ധിക്കണം. ആഴ്ച അവസാനം എന്നാൽ കാര്യങ്ങൾ പല വിധത്തിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രം മകം, പൂരം, ഉത്രം, കാലാണ്. ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. പുതിയ അവസരങ്ങൾ പലതും ഇവരെ തേടിയെത്തുന്ന ആഴ്ച കൂടിയാണ്. അംഗീകാരവും പ്രശസ്തിയും കിട്ടാനായിട്ട് ഈ ആഴ്ച ഇവർക്ക് അവസരങ്ങൾ വരുന്നതാണ്. ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര. ഈ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത്. അനാവശ്യമായ ചിലവുകൾ ഇവർ നിയന്ത്രിക്കണം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. സാമ്പത്തികമായിട്ട് വരവ് കൂടാൻ ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് വിജയം ഉണ്ടാകുകയും ചെയ്യും. ഇത് ഇനി കന്നിക്കൂർ കഴിഞ്ഞ പിന്നെ തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലാണ്. ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു ആഴ്ച ആണ്. കടങ്ങൾ വീട്ടാൻ അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുടെ പിന്തുണ കിട്ടാൻ ഈ ആഴ്ച അവസരങ്ങൾ വരുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണയും കിട്ടാൻ ഇടയുണ്ട്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഇതാണ് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച തൊഴിലിൽ പല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെ പിന്തുണ കിട്ടുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ എന്നാൽ പല വിട്ടുവീഴ്ചകളും ഈ ആഴ്ചയിൽ ചെയ്യേണ്ടതായിട്ട് ഇവർക്ക് വരും. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഭാഗ്യാനുഭവങ്ങൾ പലതും ഈ ആഴ്ച ഇവരെ തേടിയെത്തുന്ന ആഴ്ചയാണ്. വിദേശയാത്ര ഇവർക്ക് അനുകൂലമാകുന്ന അവസരങ്ങൾ വന്നു ചേരും. പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിൽ. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു ആഴ്ച കൂടിയാണ്. ഇനി മകരക്കൂറിൽ വരുന്ന നക്ഷത്രം ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഇവർ വാക്കുകൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഈ ആഴ്ചയിൽ സംസാരങ്ങളിൽ ഇവർ ഒരു നിയന്ത്രണം വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ മുൻകോപം നിയന്ത്രിക്കുകയും വേണം. വാക്കു തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ സഹോദര സഹായം കിട്ടുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഇതാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അവസരങ്ങൾ വന്നു ചേരും.
സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി നല്ല സൗഹൃദത്തോടെ കഴിഞ്ഞു പോകാനും പറ്റിയ ഒരു ആഴ്ചയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ഇനി മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രം പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ശത്രുദോഷങ്ങളുള്ളവർക്ക് ശത്രുദോഷം മാറിക്കിട്ടുന്ന അവസരം വരും. കാര്യവിജയങ്ങൾ ഉണ്ടാകും. പ്രവൃത്തി വിജയങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി നില മെച്ചപ്പെടുന്ന ആഴ്ചയാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും ഇവർക്ക് പൂർത്തിയാകാൻ സാധിക്കും. ഈ ആഴ്ചയിൽ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 12 കൂറുകാരുടെ ഈ ആഴ്ച ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 7 മണിക്ക് എൻ്റെ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 7 മണിക്ക് ഞാൻ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ ജാതക കാര്യങ്ങളും നക്ഷത്ര കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.